ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോംസ് കുക്ക്ഹൗസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താണ്ട് ഇതുകൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഒത്തിരി അങ്ങ് വഴന്നു പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇഞ്ചിയുടെയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്കൊരു മീഡിയം സൈസ് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തും കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കും. സെയിം കപ്പിൽ തന്നെ 1/4 കപ്പ് റോസ്റ്റഡ് റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതോടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റോസ്റ്റഡ് അല്ലാത്ത റവ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ മൈദ കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് ഐറ്റംസ് ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മല്ലിയില, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇവയെല്ലാം ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതുകൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് പുളിയില്ലാത്ത തൈരൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ചെറുജീരകം കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഈ റവയൊക്കെ ഒന്ന് പൊങ്ങി വരാനായിട്ടാണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു 2 കപ്പ് വെള്ളം, 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഈ ഒരു ലൂസിലാണ് കേട്ടോ ഇരിക്കുന്നത് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അതുപോലെ തന്നെ റവയിൽ വെള്ളം ഒഴിക്കുമ്പോൾ നന്നായിട്ട് കുതിർന്ന് കുറച്ചുകൂടെ റവ വീർത്തൊക്കെ വരുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. റവയൊക്കെ നന്നായിട്ട് വീർത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ലൂസാക്കി എടുക്കണം. അതായത് ഒരു മോരും വെള്ളത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മാവിന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൂടെ നമുക്ക് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ലൂസിലായിരിക്കണം കേട്ടോ ബാറ്റർ ഇരിക്കേണ്ടത്. ഇനി ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് നെയ്യാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. നെയ്യ് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മാവ് ഒഴിക്കുന്നതിന് മുമ്പ് തീ നന്നായിട്ട് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് പാൻ ചൂടാക്കണം. അതിനുശേഷമാണ് കേട്ടോ മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ബാറ്റർ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം മാത്രം പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മാവ് ഒഴിച്ചതിന് ശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ആ ഹോൾസ് ഒക്കെ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഹോൾസ് ഉള്ളത് തന്നെയാണ് റവ ദോശയുടെ സ്ട്രക്ചർ. അപ്പോൾ ദോശയുടെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോഴേക്കും ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇത് റെഡിയാവാനായിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് ഒക്കെ വേണ്ടി വരും കേട്ടോ. സാധാ ദോശ റെഡിയാക്കുന്നതിനേക്കാളും കൂടുതൽ ടൈം വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇതിലേക്ക് നമ്മൾ കൂടുതൽ വെള്ളം ആഡ് ചെയ്തിട്ടാണല്ലോ ഇത് റെഡിയാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇത് റെഡിയാവാനായിട്ട് ഇത്ര ടൈം എടുക്കുന്നത്. അപ്പോൾ ദോശയുടെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് ബ്രൗൺ കളർ ആവും. ഇത് മറിച്ചിടേണ്ട ആവശ്യമില്ല കേട്ടോ. ആ ടൈമിൽ തന്നെ നമ്മൾ ഇത്ര ടൈം എടുത്താണല്ലോ ഇത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ടൈമിൽ തന്നെ നമുക്കിത് പാനിൽ നിന്നും മാറ്റാം. ചൂടോടെ തന്നെ ഉണ്ടാക്കുമ്പോൾ തന്നെ കഴിച്ചാൽ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഞാനൊരു ചട്നി കുറച്ച് മുന്നത്തെ ഒരു റെസിപ്പിയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു ഗ്രീൻ ചട്നി ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു നല്ല സൂപ്പർ ചട്നിയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റവ ദോശയും അതുപോലെ തന്നെ ഗ്രീൻ ചട്നിയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ, താങ്ക് യു.